ഗ്രാവിയർ പ്രിന്റിംഗ് പ്രോസസ് ആൻഡ് സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രോസസ് എന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടോപ്പിക് ഗ്രാവിയർ പ്രിന്റിംഗ്. പലതരത്തിലുള്ള പ്രിന്റിംഗ് പ്രോസസ്സിൽ ഓഫ്സെറ്റ്, ഫ്ലെക്സോ എന്നീ പ്രിന്റിംഗ് രീതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുവല്ലോ. ഇനി ഗ്രാവിയർ പ്രിന്റിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാവിയർ പ്രിന്റിങ്ങിനെ ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഇമേജ് ഏരിയ താഴ്ന്നിട്ടും നോൺ ഇമേജ് ഏരിയ ഉയർന്നിട്ടും ആണ്. ഈ പ്രിന്റിംഗ് പ്രോസസ്സിൻ്റെ പ്രധാന പ്രത്യേകത പ്രിന്റിംഗ് സിലിണ്ടർ തന്നെയാണ് ഇമേജ് കാരിയറായി ഉപയോഗിക്കുന്നത്. ഇത് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രിന്റിംഗ് ആണ്. ഡയറി മിൽക്ക് ചോക്ലേറ്റ് കവേഴ്സ്, ഡെയിലി യൂസസ് ചോക്ലേറ്റ് കവേഴ്സ്, കണ്ടിന്യൂസ് പ്രിന്റിങ്ങിൽ വരുന്ന ഗിഫ്റ്റ് റാപ്പർ, വാൾ പേപ്പേഴ്സ്, പ്ലാസ്റ്റിക് പാക്കേജിംഗ് കവേഴ്സ് എന്നിവയെല്ലാം പ്രിന്റ് ചെയ്യുവാൻ ഗ്രാവിയർ പ്രിന്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പ്രിന്റിംഗ് യൂണിറ്റ്. പ്രിന്റിംഗ് യൂണിറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ: 1. ഇങ്ക് ഡക്റ്റ്, 2. ഗ്രാവിയർ സിലിണ്ടർ, 3. ഡോക്ടർ ബ്ലേഡ്, 4. ഇംപ്രഷൻ സിലിണ്ടർ. ഇങ്ക് ഡക്റ്റിലെ ഇങ്കിൽ പ്രിന്റിംഗ് സിലിണ്ടർ താഴ്ന്നിരിക്കുകയും പ്രിന്റിംഗ് സിലിണ്ടർ തിരിയുമ്പോൾ നോൺ ഇമേജ് ഏരിയയിൽ വരുന്ന ഇങ്കിനെ ഡോക്ടർ ബ്ലേഡ് നീക്കം ചെയ്യുകയും പ്രിന്റിംഗ് സിലിണ്ടറിൻ്റെയും ഇംപ്രഷൻ സിലിണ്ടറിൻ്റെയും ഇടയിലൂടെ പോകുന്ന സബ്സ്ട്രേറ്റിലേക്ക് പ്രിന്റിംഗ് പതിയുകയും ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്നത് പലതരത്തിലുള്ള ഗ്രാവിയർ പ്രിന്റിംഗ് മെഷീനുകളാണ്. സിംഗിൾ കളർ, 2 കളർ, 4 കളർ, 8 കളർ എക്സെട്ര. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാവിയർ പ്രിന്റിംഗ്. ഗ്രാവിയർ പ്രിന്റിങ്ങിൻ്റെ ഗുണങ്ങൾ: 1. സിംപ്ലിസിറ്റി. മെഷീൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. 2. റൺ ഹൈ സ്പീഡ്. വളരെ ഹൈ സ്പീഡിൽ മെഷീൻ റൺ ചെയ്യും. 3. ഹൈ ക്വാളിറ്റി റീപ്രൊഡക്ഷൻ അറ്റ് ലോ കോസ്റ്റ് ഓൺ എക്സ്ട്രീംലി ലോങ് പ്രസ് റൺ. വളരെ കുറഞ്ഞ ചിലവിൽ ഒരുപാട് കോപ്പീസ് ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്യാൻ കഴിയും. 4. യൂസസ് ക്വിക്ക് ഡ്രൈ ഇങ്ക്. വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ഇങ്കാണ്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്. 1. ലെങ്ത് ഓഫ് ടൈം റിക്വയർഡ് ടു പ്രിപ്പയർ ദ പ്രിന്റിംഗ് സിലിണ്ടർ. പ്രിന്റിംഗ് സിലിണ്ടർ നിർമ്മിക്കുന്നതിന് ഒരുപാട് ടൈം ആവശ്യമാണ്. 2. എൻഗ്രേവ്ഡ് സിലിണ്ടർ ഈസ് ഡാമേജ്ഡ് ഡ്യൂറിംഗ് പ്രൊഡക്ഷൻ. ദ എൻറ്റയർ സിലിണ്ടർ ഓർ സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ഹാവ് ടു ബി റീഎൻഗ്രേവ്ഡ് വിച്ച് ഈസ് കോസ്റ്റ്ലി ഓപ്പറേഷൻ. ഒരു സിലിണ്ടറിന് ഡാമേജ് സംഭവിച്ചാൽ ആ സിലിണ്ടർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് സിലിണ്ടർ മാറ്റേണ്ടി വരും. ഇത് പണച്ചിലവ് കൂടുതലാണ്. നെക്സ്റ്റ്, സിലിണ്ടർ പ്രിപ്പറേഷൻ മെത്തേഡ്സ്. പ്രിന്റ് ചെയ്യേണ്ട ഇമേജ് പ്രിന്റിംഗ് സിലിണ്ടറിന് മുകളിൽ എൻഗ്രേവ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്ന രീതിയെയാണ് സിലിണ്ടർ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്: ഇലക്ട്രോ മെക്കാനിക്കൽ എൻഗ്രേവിംഗ് മെത്തേഡ്, ലേസർ ബീം എൻഗ്രേവിംഗ് മെത്തേഡ്.
ഒന്ന് ഇലക്ട്രോമെക്കാനിക്കൽ മെത്തേഡ്. ഇലക്ട്രോണിക് നിയന്ത്രിത ഡയമണ്ട് സ്റ്റൈൽ ഉപയോഗിച്ച് ഇമേജ് എൻഗ്രേവ് ചെയ്ത് എടുക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോമെക്കാനിക്കൽ മെത്തേഡ്. ലേസർ ബീം എൻഗ്രേവിംഗ് മെത്തേഡ്. ഹൈ ഇൻറ്റൻസിറ്റി ലേസർ ലൈറ്റിൻ്റെ സഹായത്തോടെ സിലിണ്ടറിൽ ഇമേജ് എൻഗ്രേവ് ചെയ്യുന്ന രീതിയെയാണ് ലേസർ ബീം എൻഗ്രേവിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇങ്ക് ആൻഡ് സബ്സ്ട്രേറ്റ്. ഗ്രാവിയർ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഇങ്ക് വെരി ലോ വിസ്കോസിറ്റി ഇങ്കാണ്, അഥവാ വളരെ നേർത്ത ഇങ്കാണ്. ഹൈലി വോൾട്ടൈൽ ഇങ്കാണ് ഉപയോഗിക്കുന്നത്, അഥവാ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഇങ്കാണ്. നെക്സ്റ്റ് സബ്സ്ട്രേറ്റ്. പലതരത്തിലുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ ഗ്രാവിയർ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫിലിം, സെല്ലോഫാൻ, പ്ലാസ്റ്റിക്, കോറുഗേറ്റഡ് ബോർഡ്, ന്യൂസ് പ്രിന്റ്, കോട്ടഡ് പേപ്പർ എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ്. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ഉപയോഗിക്കുന്നത് കറൻസി നോട്ട്സ്, സ്റ്റാമ്പ്സ്, ക്രെഡിറ്റ് കാർഡ്, ചെക്സ്, പോസ്റ്റൽ ഓർഡേഴ്സ്, പല ടൈപ്പ് ഓഫ് ടോപ്പ് സീക്രട്ട് ഗവൺമെൻറ് ഇൻഫർമേഷൻസ് എന്നിവ പ്രിൻ്റ് ചെയ്യുന്നതിനാണ്. ഗ്രാവർ ആൻഡ് ഓഫ്സെറ്റ് മെത്തേഡാണ് നമ്മൾ സെക്യൂരിറ്റി പ്രിൻറ്റിങ്ങിൽ കോമൺ ആയി യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രിൻറ്റിങ്ങിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1. ഡോക്യുമെൻസിൻ്റെ പ്രിൻറ്റിംഗ് വളരെ രഹസ്യവും സുരക്ഷിതത്വവുമായിരിക്കണം. 2. ഡോക്യുമെൻസിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതും അവ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതുമാകണം. 3. ഡോക്യുമെൻസിനെ കോപ്പി ചെയ്യാനോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനോ വ്യാജരേഖ ഉണ്ടാക്കുവാനോ കഴിയുന്നത്ര ബുദ്ധിമുട്ടായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് വാട്ടർമാർക്ക്. പേപ്പർ നിർമ്മാണത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്തു വരുന്ന മങ്ങിയ ഒരു ഇമേജാണ് വാട്ടർമാർക്ക്. ഇത് പേപ്പറിൻ്റെ 2 ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ് സെക്യൂരിറ്റി ത്രെഡ്. ബില്ലിൻ്റെ മൂല്യം പ്രദർശിപ്പിക്കുന്ന പേപ്പറിൽ ഭാഗികമായി കാണാവുന്നതും ഭാഗികമായി ഉൾച്ചേർത്തതുമായ പ്ലാസ്റ്റിക് സ്ട്രിപ്പാണ് ഇത്. അൾട്രാവയലറ്റ് ലൈറ്റിന് കീഴിലായിരിക്കുമ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ എന്നീ കളറുകളിൽ തിളങ്ങുന്നു. തേർഡ് പോയിന്റ് ഗിലോഷസ്. ചില ഗണിതശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെഗുലർ വേവ് അല്ലെങ്കിൽ കമാന ആകൃതിയിലുള്ള വരികൾ അടങ്ങിയ അച്ചടിച്ച പശ്ചാത്തലങ്ങളാണ് അവ. ഫോർത്ത് പോയിന്റ് മൈക്രോ പ്രിൻറ്റിംഗ്. അച്ചടിച്ച ചെറിയ പ്രതീകങ്ങൾ, വാക്കുകൾ അല്ലെങ്കിൽ ശൈലികൾ ആണ് മൈക്രോ പ്രിൻറ്റിംഗ്. സാധാരണയായി നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകില്ല. മൈക്രോ പ്രിൻറ്റിംഗ് പുനർനിർമ്മിക്കാൻ പ്രയാസമാണ്. ഫിഫ്ത്ത് പോയിന്റ് കളർ ഷിഫ്റ്റിംഗ്. വ്യത്യസ്ത കോണുകളിൽ കാണുമ്പോൾ അച്ചടിച്ച ചിത്രങ്ങളോ നമ്പറുകളോ കോപ്പർ കളറിൽ നിന്നും ഗ്രീൻ കളറിലേക്ക് മാറുന്നു. മഷിയിൽ മെറ്റാലിക് ഫ്ലേക്സ് ചേർത്താണ് ഈ പ്രഭാവം സൃഷ്ടിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ഇങ്ക്. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ഇങ്ക് 2ആയി തരംതിരിച്ചിരിക്കുന്നു: ആൻറ്റി ഡ്യൂപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇങ്ക് ആൻഡ് ആൻറ്റി ഓൾട്രേഷൻ സെക്യൂരിറ്റി ഇങ്ക്. അതിൽ ഫസ്റ്റ് ആൻറ്റി ഡ്യൂപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇങ്ക്. ഡോക്യുമെൻറ്റുകളുടെ അനധികൃത പകർപ്പ് അല്ലെങ്കിൽ തനി പകർപ്പ് തടയുന്നതിനാണ് ആൻറ്റി ഡ്യൂപ്ലിക്കേഷൻ ഇങ്ക് ഉപയോഗിക്കുന്നത്. UV ഫ്ലൂറസൻസ് പോലുള്ള
രഹസ്യ സുരക്ഷാ സാങ്കേതിക വിദ്യകളാണ് ഇത്തരത്തിലുള്ള മഷികളിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ആൻറ്റി ഓൾട്രേഷൻ സെക്യൂരിറ്റി ഇങ്ക്. ഈ മഷികളിൽ വെള്ളം അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിറം മാറ്റുകയോ അല്ലെങ്കിൽ മായ്ച്ചു കളയുകയോ ചെയ്താൽ ഈ ഇങ്കിൻ്റെ നിറം മാറുകയോ പശ്ചാത്തലം വ്യതിചലിക്കുകയോ ചെയ്യുന്നു. നെക്സ്റ്റ്, കറൻസി പ്രിന്റിംഗ്. ബാങ്ക് നോട്ട് വളരെ സെക്യൂരിറ്റി കണ്ടീഷനിൽ സ്പെഷ്യലി ടഫ് റാഗ് ബേസ്ഡ് പേപ്പറിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതിൽ വാട്ടർമാർക്ക്, സെക്യൂരിറ്റി ത്രെഡ്, ലൈൻ പാറ്റേൺ, മൈക്രോ ഇമേജസ് എന്നിവ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ചെക്ക് പ്രിന്റിംഗ്. ചെക്കിലെ നമ്പേഴ്സും മറ്റുള്ള കോഡഡ് ഇൻഫർമേഷൻസും പ്രിന്റ് ചെയ്യുന്നത് മൈന്യൂട്ട് ഫെറസ് പാർട്ടിക്കിൾ അടങ്ങിയ ഇങ്ക് ഉപയോഗിച്ചാണ്. ഈ ഇങ്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത് MICR സിസ്റ്റം ഉപയോഗിച്ചാണ്. നെക്സ്റ്റ്, ഹോളോഗ്രാംസ്. ദ്വിമാന ഉപരിതലത്തിൽ ത്രിമാനതയുടെ മിഥ്യ സൃഷ്ടിക്കുന്ന പ്രോസസ്സിനെയാണ് ഹോളോഗ്രാഫി എന്ന് പറയുന്നത്. ഇന്ന് ഏത് ചിത്രമോ മോഡലോ ഹോളോഗ്രാഫിക് ഫോയിലിലേക്ക് മാറ്റാൻ കഴിയും. ഫോയിലിലേക്ക് ഇമേജ് പകർത്തുന്ന 4 ഹോളോഗ്രാഫിക് എഫക്റ്റുകളാണ്. 1 ഹോളോഗ്രാഫിക് പാറ്റേൺ ഫോയിൽ, 2 3 ഡയമെൻഷണൽ ഹോളോഗ്രാംസ്, 3 മൾട്ടിപ്പിൾ പാനൽ ഹോളോഗ്രാംസ്, 4 സ്റ്റീരിയോഗ്രാംസ്. നെക്സ്റ്റ്, ബാർകോഡ്. അക്കങ്ങളുടെ രൂപത്തിൽ വായിക്കാവുന്ന ഒപ്റ്റിക്കൽ മെഷീൻ കോഡും അച്ചടിച്ച സ്റ്റോക്കുകളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത വീതിയുടെ സമാന്തര വരികളുടെ പാറ്റേണാണ് ബാർകോഡ്. ഇത് മെയിനായി ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ലൈബ്രറീസ് എന്നിവിടങ്ങളിലാണ്. നെക്സ്റ്റ്, QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡ് ഒരു ദ്വിമാന ബാർകോഡ് സിസ്റ്റമാണ്. ഒരു കോഡ് ജനറേറ്റർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത കറുപ്പും വെളുപ്പുമായ സമചതുരങ്ങളാണ് QR കോഡ്. സ്മാർട്ട് ഫോണിൽ QR കോഡ് സ്കാനറാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷനിൽ QR കോഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് ട്രാൻസ്പോർട്ട് ടിക്കറ്റിംഗ്, മൊബൈൽ കൂപ്പണിംഗ് എന്നിവ.